റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന് ഭക്തജന സംഘടനകൾ. തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിഷയം നിയമപരമായി നേരിടുമെന്ന് ഹൈന്ദവ സംഘടനകൾ. ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന ഉറച്ച നിലപാട് അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകാത്ത ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അധികാരമുണ്ടെന്നും നെതന്യാഹു. അരുണാചൽ പ്രദേശിൽ ചൈനീസ് നുഴഞ്ഞുകയറ്റം എന്ന വാർത്ത നിഷേധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ഊർജിതമാക്കിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാണെന്നും ജയശങ്കർ പറഞ്ഞു. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാനാണ് സാധ്യത. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. PV അൻവർ MLA രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. മഞ്ചേരിയിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് പ്രഖ്യാപനം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMKയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിവരം. DMK നേതാക്കളുമായി ഇന്നലെ ചെന്നൈയിൽ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ CPIക്കുള്ളിലും പൊട്ടിത്തെറി. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ബിനോയ് വിശ്വം നിലപാട് സ്വീകരിക്കുന്നതിൽ നേതാക്കൾക്ക് അതൃപ്തി. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പടയ്ക്കൊരുങ്ങുന്നു. മലപ്പുറം PR വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ പാർട്ടിയിലെ പിണറായി വിരുദ്ധർ. സമ്മേളന കാലയളവിൽ വിവാദങ്ങൾ സജീവമാക്കി നിലനിർത്താനാണ് നീക്കം. അണികൾക്കിടയിലെ പിണറായി വിരുദ്ധതയും ആയുധമാക്കും. ഇടതുപക്ഷ സർക്കാരിന് ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയാകുന്നു. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെയും ഇടതു സർക്കാരിനെയും വെട്ടിലാക്കി സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുകയാണ് ന്യൂനപക്ഷ സംഘടനകൾ. ഇതോടെ ന്യൂനപക്ഷ പ്രീണനം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് CPM-ൽ വിരമിക്കൽ പ്രായം 75 എന്നത് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന ചോദ്യവുമായി പ്രായത്തിന്റെ പേര് പറഞ്ഞ് അവഗണിക്കപ്പെട്ട CPM-ലെ മുതിർന്ന നേതാവ് G സുധാകരൻ. ഇതേസമയം 79 വയസ്സിലും പിണറായി വിജയൻ CPM PB-യിലും മുഖ്യമന്ത്രി പദത്തിലും തുടരുകയാണ്. അതിലുപരി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് PB-യുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും ഏകോപന ചുമതല പാർട്ടി ഏൽപ്പിച്ചത് 76-കാരനായ പ്രകാശ് കാരാട്ടിനെയും. ഇക്കാര്യത്തിലെ ഔചിത്യം അടക്കമാണ് G സുധാകരന്റെ വാക്കുകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശങ്ക. മണ്ഡലങ്ങളുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾ നൽകിയ പട്ടികയിലും തർക്കം. 5-അംഗ പട്ടികയാണ് മണ്ഡലങ്ങളിൽ നിന്നും KPCCക്ക് ഭാരവാഹികൾ നൽകിയത്. എക്സാലോജി കേസിൽ അന്വേഷണം വ്യവസായ വകുപ്പ് KSIDC ഉന്നതരിലേക്ക്. KSIDC CFOയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്താൻ ഒരുങ്ങുകയാണ് SFIO. KSIDCയുടെ സാമ്പത്തിക ഇടപാടുകൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയെ സഹായിക്കാൻ KSIDC ശ്രമിച്ചെന്ന പരാതികളിലും അന്വേഷണം തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. സെപ്റ്റംബർ 30-ന് SAT-യിൽ ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിലെ 2ാം ഘട്ട വ്യാപനത്തിൽ കടുത്ത ആശങ്ക ഉയരുകയാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചാരണങ്ങൾ തുറന്നുകാട്ടി BJP. പുനരധിവാസ നടപടികൾ സ്വീകരിക്കുന്നതിലെ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചുള്ള പ്രചാരവേലകൾ ശക്തമാവുകയാണ്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പോലും കേന്ദ്രത്തിന് സമർപ്പിക്കാതെ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് ചോദിച്ചു. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് കുടുംബത്തിന് പള്ളി കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. പാലക്കാട് ചിതലി മുഹിയുദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെ ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശേഷ അവസരങ്ങളിലോ മറ്റു ചടങ്ങുകളിലോ ഒന്നും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ആരും തങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി സമൂഹത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നുമാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. അതേസമയം ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പള്ളി കമ്മിറ്റി പ്രതികരിച്ചു.
ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു ഐക്യവേദി ബൈസൺവാലിയിലെ ചൊക്രമുടി കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കയ്യേറ്റത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകാത്തതിനാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ ഹൈക്കോടതി ഇടപെടലിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി.ജി. ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സഹായത്തോടെയാണ് ഇത്തരം കയ്യേറ്റങ്ങൾ നടക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. പാലക്കാട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ SFI KSU സംഘർഷം. എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ ലോ കോളേജിലാണ് നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ വനിതകൾ ഉൾപ്പെടെ 4 KSU പ്രവർത്തകർക്കും 5 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണിത്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യ-ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30-ന് ഗ്വാളിയറിലാണ് മത്സരം. ഓപ്പണറുടെ റോളിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്നിറങ്ങിയേക്കും. ഒപ്പം മായങ്ക് യാദവ് അരങ്ങേറ്റം കുറിക്കാനും സാധ്യത. സച്ചിൻ തെണ്ടുൽക്കർ ഇരട്ട സെഞ്ചുറി നേടിയ ഗ്വാളിയറിലേക്ക് 14 വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മത്സരം എത്തുന്നത്. ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ലഭിക്കാൻ കോഴിക്കോട് സൈബർ പോലീസ് ഗൂഗിളിനെ സമീപിച്ചു. സൈബർ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. KSRTC ശമ്പള വിതരണത്തിൽ ഇത്തവണയും വാക്കുപാലിക്കാതെ സർക്കാർ. 5-ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളവും നൽകുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതര അനാസ്ഥ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട പരിശോധനയിൽ പോലും അലംഭാവം കാട്ടി ആരോഗ്യവകുപ്പ്. പെരുമാതുറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ സംഭവം ജനൻ TV വാർത്തയാക്കിയിരുന്നു. ബധിരനും മൂകനുമെന്ന പദപ്രയോഗം നടത്തുന്നത് ധാർമ്മികപരമായി തെറ്റെന്ന് ഹൈക്കോടതി. കേൾവി വൈകല്യമെന്ന പദം ഉപയോഗിക്കുന്നത് കുറ്റകരമെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. കരുനാഗപ്പള്ളി സ്വദേശികൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസമായിട്ടും ചെയ്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി കണ്ണൂരിലെ 500ഓളം വീഡിയോഗ്രാഫർമാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട തുകയാണ് സർക്കാർ വൈകിപ്പിക്കുന്നത്. വേതനം ഇനിയും വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വീഡിയോഗ്രാഫർമാരുടെ തീരുമാനം. ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം.